Hi friends, once again welcome back to H-Tutor IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG 10 ബ്ലോക്ക് 6 യൂണിറ്റ് 2 ആണിന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഓക്കെ. ബ്ലോക്ക് 6 യൂണിറ്റ് 2 The Rise of English and Issues Concerning the Canon. Canon formation and its impact. Canon formation is a process of selecting texts that become part of a culture's literary heritage. This process is influenced by various factors including religious authority, cultural shifts, power dynamics, and critical consensus. Religious and historical forces. In early Christianity, texts were chosen based on their connection to apostles or their close associates. The church also defined authoritative texts to counter heresy and promote orthodoxy. Popular books used in worship services became part of the canon, and imperial influences like Emperor Constantine's commission for Bibles played a role. ആദിമ ക്രിസ്ത്യാനികൾ അവർ കൂടുതലായിട്ടും കാനൻ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിരുന്നത് ബൈബിളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ബുക്സ് റിലേറ്റഡ് ടു ദെയർ അപ്പോസൽസ്. അപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ബുക്സുകളായിരുന്നു കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. Cultural and intellectual forces. The Renaissance and humanism promoted cultural unity, valuing classical texts for national identity. Influential critics and academics shaped Greek literature, often reflecting Eurocentric values. Literature became a way to forge shared cultural identity, with canonical works representing a nation's values, power, and social dynamics. Elite men historically selected texts reflecting their worldview, excluding marginalized voices. Publishers, critics, and teachers decide what gets promoted, taught, and preserved, acting as gatekeepers. ഈ കാനൻ വഴി നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി തന്നെ മറ്റുള്ളവർക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം തന്നെയായിരുന്നു ഈ ബുക്സുകളിൽ കൂടെ. അപ്പോൾ ഒത്തിരി ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു ഇതിനെ ഒപ്പോസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട്. അതേസമയം ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാനൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നടന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായ പ്രകാരം കൾച്ചറൽ ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് കാണാനായിട്ടും അത് നമ്മുടെ നേഷനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതേസമയം സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിലേക്കാണ് ഈ പുസ്തകങ്ങൾ വന്ന് വീഴുന്നത്. അവരാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പുസ്തകങ്ങൾ ഏത് വേണം, ഏത് വായിക്കണമെന്ന് സെലക്ട് ചെയ്യുന്നവർ. അപ്പോൾ അവർ ഓൾവേസ് സെലക്ട് ചെയ്തിരുന്നത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പുവർ പീപ്പിളിൻ്റെ വോയിസസ്, അതുപോലെ പബ്ലിഷേഴ്സ്, ക്രിട്ടിക്സ് ആൻഡ് ടീച്ചേഴ്സ് ഡിസൈഡ് വാട്ട് ഗെറ്റ്സ് പ്രൊമോട്ടഡ്, ടോട്ട് ആൻഡ് പ്രിസർവ്ഡ്, ആക്ടിങ് ആസ് ഗേറ്റ് കീപ്പേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരുന്നു വെച്ചാൽ പബ്ലിഷേഴ്സും ക്രിട്ടിക്സും ഇവരൊക്കെ തന്നെയായിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത് എന്താണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നും എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നും എന്താണ് പ്രിസർവ് ചെയ്യേണ്ടത് ഇതൊക്കെ തീരുമാനിച്ചിരുന്നത് ഒരു കൂട്ടം ജനങ്ങളാണ്. എന്നാൽ റീഡേഴ്സ് ആയിട്ടുള്ള സാധാരണക്കാരായിരുന്നു ഇതെല്ലാം വായിച്ചു കൊണ്ടിരുന്നതും. ഇമ്പാക്റ്റ് ഓൺ വിമൻ ആൻഡ് കോളനൈസ്ഡ് സബ്ജക്ട്സ്. Women have been marginalized in literature, often portrayed as passive objects, reinforcing morality. The novel genre allowed women to write, but they faced societal expectations and constraints. Working class women were largely ignored, and colonized subjects were projected as static entities, ignoring their complexities. Feminist critic and Indian women writers. Feminist critics argue that traditional canon are shaped by patriarchal norms, marginalizing female voices. Indian women writers like Shashi Deshpande, Anita Desai, and Arundhati Roy have contributed significantly to literature, exploring themes of identity, oppression, and social change.
വിമൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സൊസൈറ്റി നൽകിയിരുന്നില്ല എന്ന് തന്നെ പറയാം. അവരെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ അവർക്ക് പിന്നീട് നോവൽസൊക്കെ എഴുതാനുള്ള ഒരു ചാൻസ് നൽകിയിരുന്നു. ആ ഒരു സൈഡ് മാത്രമാണ് അവരുടേതായിട്ട് അവർക്ക് തോന്നിയിരുന്നുള്ളൂ. അങ്ങനെയാണ് അവർക്ക് അനുവാദം പോലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ അവർക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവരിങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റേഷൻ അവർക്കുണ്ട്, ആ ബൗണ്ടറി വിട്ട് അവർക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസും ഇവരുടെ ലിമിറ്റേഷൻസും എല്ലാം കൊണ്ട് എന്താ പറയുക, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്ട്രിക്ഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ വിമൻ റൈറ്റേഴ്സ് ലൈക്ക് ശശി ദേശ്പാണ്ഡെ, അനിത ദേശായി, അരുന്ധതി റോയ് ഇവരൊക്കെയാണ് കൂടുതലായിട്ടും ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷനാണ് നൽകിയിരുന്നത്. Imperialism and canon formation. Imperialism imposed Western cultural values and literary canons on colonized societies, suppressing indigenous traditions. The Western canon reflects Eurocentric values, marginalizing non-Western literature. Imperialism created power imbalances, allowing colonizers to define great literature and exclude marginalized voices. Examples: British colonialism imposed English literature on Indian education, marginalizing indigenous languages. Western scholars constructed a stereotypical Orient, reinforcing colonial power dynamics. Post-colonial criticism challenges these dynamics, promoting diverse perspectives and inclusive canons. The canon is constantly evolving, becoming more inclusive with diverse perspectives. Globalization and technology challenge traditional canons, leading to more democratic selections. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യത്വമാണ്. യൂറോപ്യൻസ് അവരുടെ ഒരു സാമ്രാജ്യത്വം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അവർ വെറുതെ വന്ന് നമ്മൾ ഭരിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, മറിച്ച് എന്താ ചെയ്തത്, അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ് എല്ലാം തന്നെ അവരിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, ഇമ്പോസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. അത് മുഖേന ഒരു യൂറോ സെൻട്രിക് കൺട്രി ആയിട്ട് മാറുകയായിരുന്നു പിന്നീട് ഇന്ത്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻസ് ആയിരുന്നു മീൻസ് അവരായിരുന്നു നമ്മളുടെ സെൻട്രലൈസ് ചെയ്തിരുന്നത് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ കയ്യിലായിരുന്നു നമ്മുടെ എല്ലാ പവറും. അപ്പോൾ അത് മുഖേന നമ്മളുടെ കൾച്ചർ, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ലിറ്ററേച്ചർ എല്ലാം തന്നെ മാർജിനലൈസ്ഡ് ആവുകയായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ മാത്രം ഒന്നും മുന്നോട്ട് വരാൻ സാധിക്കാത്ത വിധത്തിൽ യൂറോപ്യൻസ് നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇന്ത്യയിൽ അവർ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ ഇന്ത്യ എന്താ പറയുക, പോസ്റ്റ് കൊളോണിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഫ്രീ ആയതിന് ശേഷം, ഫ്രീഡം കിട്ടിയതിന് ശേഷം ഇതിൽ നിന്നും ഒത്തിരി മാറ്റം വന്നു. നമ്മളുടെ ആ ചെറിയ ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ കൂടുതൽ വാസ്റ്റ് നോളജ് നമുക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ കാനൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഇന്ത്യയിലുള്ള ബുക്സുകളും ഇന്ത്യയുടെ കൾച്ചറും അതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ മറ്റുള്ള കൺട്രികളെ കുറിച്ച് എഴുതാൻ തുടങ്ങി, മറ്റുള്ള കൺട്രികളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. നമ്മളുടെ ഇന്ത്യയിലെ കൾച്ചറിനെ കുറിച്ച് എല്ലാവരും ഒന്ന് അറിയാനായിട്ട് പിന്നീട് അങ്ങനെയുള്ള ശ്രമങ്ങളായിരുന്നു റൈറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ വിട്ട് ഒരു ഗ്ലോബലൈസേഷന് മുതിരാനായിട്ട് തുടങ്ങി. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മീ ബിലോ. I will try to do it. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.